ശ്രീ എ പത്മകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം ഒരിക്കൽ അത് കണ്ടുപിടിക്കട്ടെ, ആരൊക്കെ ഉത്തരവാദികളെന്ന് കണ്ടുപിടിക്കട്ടെ. ഞാനിപ്പോൾ അതിനകത്ത് യാതൊരു മുൻവിധിക്കോ ഒരു കാര്യത്തിലും പറയാനില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ ഒരു കുഴപ്പം അയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ആരൊക്കെയാണ് കുറ്റവാളികളെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. കൂട്ടമായിട്ട് നടത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മാത്രമല്ല. തിരുവാഭരണം പോറ്റിയും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രമല്ല, തിരുവാഭരണം കമ്മീഷണറുണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. ഇവരെല്ലാം തന്നെ ആ രേഖയിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അല്ല ഈ കൊള്ള നടന്നത്. എങ്ങനെ ഞാനിപ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അതിനകത്ത് ആരൊക്കെ ഇടപെട്ടു, ആരൊക്കെയാണ് ഇക്കാര്യങ്ങളിൽ എന്നൊക്കെയുള്ളത് തെളിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് അക്കാര്യത്തിൽ യാതൊരു ആർജവക്കുറവും ഇല്ല. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തരിമ്പെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിലും കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ആരെ ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ കൊടുക്കാൻ എന്ത് കൊടുക്കാൻ? അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് ഭരണപരമായ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ദേവസ്വം നമ്മുടെ ശബരിമല തന്ത്രിയുടെ നിർദ്ദേശാനുസരണം പിന്നെ ഇങ്ങനെ ഇയാളുടെ റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുകയാണ്, തന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, ഇതിൽ ഒരു ഉത്തരവാദിത്വവും തനിക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.